സാർ ഒരു പുസ്തക രചയിതാവാണ്. എനിക്കൊന്ന് നിരവധി 2 ഡസനോളം പുസ്തകം എഴുതിയിട്ടുണ്ടല്ലേ? പുസ്തകം എഴുതിയിട്ടുണ്ട്, പുസ്തകങ്ങളുടെ വിൽപ്പന നടത്തിയിട്ടുണ്ട്. പക്ഷെ ഒരു പുസ്തകം പുറവി കൊള്ളുന്നത് എങ്ങനെയാണ്? എനിക്കിപ്പോൾ EP ജയരാജൻ്റെ പുസ്തകം DC ഇന്ന് പ്രകാശനം ചെയ്യാൻ ഇരുന്നതാണ്. പ്രകാശനം ചെയ്യാറുന്ന പുസ്തകത്തിലെ ചില ഭാഗങ്ങൾ ഇന്ന് ടൈംസ് ഓഫ് ഇന്ത്യ പത്രത്തിൽ വന്നു. ജയരാജൻ പറഞ്ഞു ഞാൻ എഴുതാത്തതാണെന്ന്. ഞാൻ എഴുതാത്ത ആത്മകഥയാണ് DC ഇറക്കുന്നത്. DCക്ക് എന്താ ശൂന്യതയിൽ നിന്ന് ഒരാത്മകഥ സൃഷ്ടിക്കാൻ പറ്റുമോ? എന്താ ഇതിനകത്ത്? ആര് DC ആണോ കള്ളത്തരം പറയുന്നത്, ജയരാജനാണോ? ഒരു പുസ്തകം ആത്മകഥ എങ്ങനെയാണ് പിറക്കുന്നത്? ഇതെനിക്ക് ഒരു സംശയമില്ലാതെ പറയാൻ പറ്റും, കള്ളത്തരം പറയുന്നത് ജയരാജനാണ്. കാരണം ഇങ്ങനൊരു പുസ്തകം വരുന്നു എന്നുള്ളത് നേരത്തെ തന്നെ ജയരാജൻ ഞാൻ ആത്മകഥ എഴുതാൻ പോവുകയാണെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള ആളാണ്. ഈ പാർട്ടിയായിട്ട് അകൽച്ച തുടങ്ങിക്കഴിഞ്ഞപ്പോൾ കുറേ കാര്യങ്ങൾ എൻ്റെ ആത്മകഥയിൽ വരും എന്ന് പ്രഖ്യാപിച്ച ആളാണ്. അപ്പോൾ ആത്മകഥ വരുന്നുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. പിന്നെ പുസ്തകം പുറത്തു വരുന്നത് ഇംഗ്ലീഷിലും മലയാളത്തിലും 2 തരത്തിലാണ്. ഇംഗ്ലീഷിലിപ്പോൾ ഏറ്റവും നമുക്കറിയാവുന്ന ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഈ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന് പറഞ്ഞ അരുന്ധതി റോയുടെ പുസ്തകം. അവർ നോവൽ എഴുതി കഴിഞ്ഞ കാലത്ത് അവർ എഴുത്തുകാരിയാണെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടില്ല അത് വരുമ്പോൾ. അപ്പോൾ അവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ സാധാരണ നാട്ടു നടപ്പ് പോലെ ഇംഗ്ലീഷിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ പബ്ലിഷിംഗ് ഫേമുകൾക്ക് ലിറ്റററി ഏജൻറ്റുമാരുണ്ട്. അങ്ങനെ അത് പബ്ലിഷ് ചെയ്ത ബ്രിട്ടനിലെ പബ്ലിഷിംഗ് കമ്പനി ഇവരുടെ പുസ്തകം പബ്ലിഷ് ചെയ്യുന്ന അവർക്ക് ഇന്ത്യയിൽ ലിറ്റററി ഏജൻ്റായിട്ട് ഉണ്ടായിരുന്നത് പങ്കജ് മിശ്രയാണ്. പങ്കജ് മിശ്രയും പുസ്തകങ്ങളൊക്കെ എഴുതുന്ന ആളാണ്. പക്ഷേ പങ്കജ് മിശ്ര ലിറ്റററി ഏജൻ്റായിട്ട് പിന്നെ ഇതിൻ്റെ എഡിറ്റിങ്ങും ഇംഗ്ലീഷിൽ ബുക്ക് എഡിറ്റേഴ്സ് ഉണ്ട്, അവർ നന്നായിട്ട് ഇടപെടും. ചില സമയത്ത് എഴുത്തുകാരനോട് ഇതിൻ്റെ അകത്ത് കുറച്ചും കൂടി സെക്സ് വേണം, സ്റ്റണ്ട് വേണം എന്നൊക്കെ അവർ നിർദ്ദേശിക്കുകയും അങ്ങനെ പുസ്തകങ്ങൾ വരാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അമേരിക്കയിലൊക്കെ ഒരുമാതിരി ബോളിവുഡ് ഹോളിവുഡ് പേഴ്സണാലിറ്റീസോ സെലിബ്രിറ്റീസോ ഒക്കെ എഴുതുമ്പോൾ അവരുടെ ഇങ്ങനത്തെ ചില അനുഭവങ്ങളും കൂടി പല ഭാഗത്തായിട്ട് വെതറാൻ പറയും. ഇതൊക്കെ അതിൻ്റെ അകത്ത് കാണും, എന്നാലേ ഇത് വിറ്റുപോകുള്ളൂ എന്നുള്ളത്. ഈ ലിറ്റററി ഏജൻറ്റ് പരിപാടിയൊന്നും മലയാളത്തിലില്ല. ഇപ്പോൾ എനിക്ക് DC രവിയെ അറിയാം. രവിയുടെ അപ്പൻ ഡൊമിനിക് ചാക്കോ കിഴക്കേ മുറിയും നന്നായിട്ട് അറിയാമായിരുന്നു. അത് NBSലുള്ള കാലം മുതലേ അറിയാം. അദ്ദേഹത്തിൻ്റെ വീട്ടിലും ഞാൻ പോയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മകൾ താരയാണ് എൻ്റെ ആത്മസുഹൃത്ത്, സഹപാഠി ജോസഫ് സത്യദാസ്. ഞങ്ങൾ MAക്ക് ഒന്നിച്ച് പഠിച്ചതാണ്. അത് ഇപ്പോൾ സ്ട്രെയിറ്റ് ടൈംസിലാണ് സിംഗപ്പൂർ. അതാണ് വിവാഹം ചെയ്തിരിക്കുന്നത്. അതിനൊക്കെ ഞാൻ വിവാഹ നിശ്ചയത്തിനും ഒക്കെ പോയിട്ടുള്ളതാണ്. എൻ്റെ പുസ്തകവും രവി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. രവിക്ക് DC ബുക്സ് അല്ലാതെ വേറെ ഇംപ്രിന്റുകളൊക്കെ ഉണ്ട്. കറന്റ് ബുക്സിന്റെ എക്സ്പ്രഷൻസ് എന്ന് പറഞ്ഞൊരെണ്ണമുണ്ട്. നമ്മൾ അങ്ങോട്ട് കൊടുത്ത് പൈസ കൊടുത്തിട്ട് പബ്ലിഷ് ചെയ്യാവുന്ന സംഭവമുണ്ട് രവിക്ക്. അത് ഇത്ര പേജ് ആകാവൂ എന്നൊക്കെ രവി പറയും. അങ്ങനെയൊക്കെ ചെയ്യാവൂ. ഇപ്പം ഞാൻ രവിയായിട്ട് ഇടപെടുകയാണെങ്കിൽ ഞാൻ രവിയോട് തന്നെയാണ് പറയുക, എനിക്കിങ്ങനൊരു പുസ്തകമുണ്ട്. കാരണം എൻ്റെ ആദ്യത്തെ ചെറുകഥാ സമാഹാരം ഈ കടവിലെ മുതല വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ KC നാരായണൻ്റെ മകൾ ഹരിതയുടെ കല്യാണം തൃശ്ശൂർ. ഞങ്ങളൊരു ആ കല്യാണ മണ്ഡപത്തിലെ ഈ കോവണിപ്പടിയില്ലേ അത് കയറുമ്പോൾ ഓപ്പോസിറ്റായിട്ട് രവി വന്നു. അപ്പോൾ രവിയോട് ഞാൻ പറഞ്ഞു, എൻ്റെ 7-8 കഥ ആയി ഞാനിപ്പോൾ എഴുതുന്നു. അതിനെന്താ നമുക്ക് ഇറക്കാമല്ലോ. ഇതോടുകൂടി തീർന്നു നമ്മൾ. അല്ലെങ്കിൽ അവിടെ പബ്ലിക്കേഷൻ കമ്മിറ്റി എന്ന് പറഞ്ഞൊന്നുണ്ട്, പബ്ലിക്കേഷൻ മാനേജർ ഉണ്ടായിരുന്നു. ഞാൻ അറിയുന്ന കാലത്ത് ശ്രീകുമാർ എന്ന് പറഞ്ഞ ആളാണ് പബ്ലിക്കേഷൻ. അതിനു മുമ്പ് രാജേഷ് കുമാർ എന്ന് പറഞ്ഞ ആളുണ്ടായിരുന്നു. രാജേഷ് കുമാർ പിന്നീട് അവിടെ നിന്ന് പിരിഞ്ഞ് ചെങ്ങന്നൂർ കേന്ദ്രമാക്കിയിട്ട് ഒരു പബ്ലിഷിംഗ് ഫേം തുടങ്ങി. രാജേഷ് കുമാറിന് ഒരു പുസ്തകം എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്നൊക്കെ നല്ല ധാരണയുള്ള ആളായിരുന്നു. അദ്ദേഹം പിന്നെ തുടങ്ങിയിട്ട് പക്ഷെ അദ്ദേഹം പരാജയപ്പെട്ടു പോയി. ചില ആളുകൾക്ക് കച്ചവടം പറ്റില്ല, ഈ ആശയങ്ങളായിരിക്കും അവര്. അദ്ദേഹം അതിൽ പിന്നെ അദ്ദേഹം മരിച്ചു പോവുകയും ചെയ്തു താമസിയാതെ. അപ്പോൾ ഈ ഇങ്ങനെ കുറേ നമ്മൾ രാജേഷ് കുമാറുമായിട്ട് എനിക്ക് നല്ല പരിചയമുള്ളതുകൊണ്ട് ഞാൻ ഉദാഹരണത്തിന് ഒരു ദിവസം രാജേഷ് കുമാറിനോട് പറഞ്ഞു, CV രാമൻ്റെ കഥ CV രാമൻ പിള്ള അല്ല ശ്രീരാമൻ്റെ കഥകളിൽ ഞാൻ ഒരു ദിവസം രാജേഷ് കുമാറിനോട് ഇങ്ങനെ വെറുതെ സംസാരിക്കുമ്പോൾ പറയാം, അദ്ദേഹം ഒരുപാട് ഈ ആത്മീയ സങ്കേതങ്ങളുടെ പോയിട്ടുള്ള കഥകൾ ചെറുകഥാ സമാഹാരങ്ങളിൽ പല സ്ഥലത്തും ഉണ്ട്. തീർത്ഥ സങ്കേതങ്ങളിൽ പോയിട്ട് ഗംഗയിൽ പോയി, അവിടെ പോയി, ഇവിടെ പോയി എന്നൊക്കെ പറയുന്ന കഥകൾ.
അങ്ങനെ ഒരു വശമുണ്ട്. കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും, കമ്മ്യൂണിസ്റ്റ് പഞ്ചായത്ത് പ്രസിഡന്റ് പുള്ളി ഈ കേട്ട ഉടനെ അങ്ങനെ ഒരു പുസ്തകം ഇറക്കി. പിന്നെ CV ശ്രീരാമൻ്റെ ഈ ആത്മീയ പശ്ചാത്തലമുള്ള കഥകളൊക്കെ പെറുക്കി കൂട്ടിയിട്ട് അങ്ങനെ നമുക്ക് ടൈറ്റിൽസ് ഇറക്കാം. അപ്പോൾ രവിയുടെ കാര്യത്തിൽ EP ജയരാജനുമായിട്ട് തീർച്ചയായും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രവിയും ജയരാജനും തമ്മിലായിരിക്കും സംസാരം നടന്നിട്ടുണ്ടാവുക. അല്ല, സതീശൻ ഇപ്പോൾ ചോദിച്ചു, ഈ ആത്മകഥ ഞാൻ എഴുതിയല്ല എന്ന് ജയരാജൻ പറയുന്നു. എന്ത് പറയുന്നു? പുസ്തകം ഇറങ്ങാൻ ഇന്ന് പ്രകാശനം നടക്കേണ്ട ദിവസം പറയുന്നു, ഞാൻ എഴുതിയല്ല എന്ന്. അപ്പോൾ പ്രകാശനം തുടങ്ങുന്ന ദിവസത്തിന് മുമ്പ് ഓതറിന്, എഴുത്തുകാരന് ഒരു കോപ്പി കിട്ടിയിട്ടില്ല എന്ന് പോലും നമ്മൾ വിശ്വസിക്കണം. അപ്പം VD സതീശൻ വളരെ കാര്യമാത്ര പ്രസക്തമായ ഒരു ചോദ്യം ചോദിച്ചു, ഇതൊരു ആകാശത്ത് നിന്ന് കിട്ടിയതാണോ DCക്ക്? ഈ പ്രസാധനം ചെയ്യുന്ന ദിവസം മലയാളത്തിലെ നാട്ടുനടപ്പനുസരിച്ചിട്ട് രചയിതാവിൻ്റെ കയ്യിൽ കോപ്പി കിട്ടണമെന്നില്ല കേട്ടോ. ചിലപ്പോൾ അന്ന് പ്രകാശനം കഴിഞ്ഞിട്ട് 5 കോപ്പി നേരത്തെ കിട്ടണമെന്നില്ല. പക്ഷെ സാധാരണ ഇതിൽ പ്രകാശനം ചെയ്യുന്ന ആള് ഇപ്പോൾ VD സതീശൻ എൻ്റെ പുസ്തകം നക്ഷത്രവും ചുറ്റികയും എറണാകുളത്ത് പ്രസ് ക്ലബ്ബിൽ പ്രസാധനം ചെയ്യുന്നത് MM ലോറൻസ്, ഏറ്റുവാങ്ങുന്നത് VD സതീശൻ. അങ്ങനെയായിരുന്നു. അന്ന് സതീശൻ എന്നോട് ചോദിച്ചിരുന്നു നേരത്തെ പുസ്തകം എന്ന് പറഞ്ഞിട്ട്. നേരത്തെ പുസ്തകം ഞാൻ എത്തിച്ചു കൊടുത്തു. സതീശൻ വായിച്ചിട്ട് തന്നെയാണ് വന്നത്. അതിലുള്ള നല്ല വായനയുള്ള ആളാണ് സതീശൻ എന്ന് പറഞ്ഞുള്ള പല ഭാഗങ്ങളും ഞങ്ങൾക്ക് നിയമസഭയിലൊക്കെ പറയാനൊക്കെ ഉപകരിക്കും എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുക. അപ്പോൾ ഏതായാലും സാർ, നമ്മുടെ വിഷയത്തിൽ വരുമ്പോൾ ഒരു പുസ്തകം എന്ന് പറഞ്ഞാൽ പുസ്തകം എഴുത്തുകാരൻ എഴുതുന്നു, അത് DTP എടുക്കുന്നു, അത് കറക്ഷൻ നടക്കുന്നു. ഏതായാലും അത് പ്രിന്റിന് പോകും മുമ്പ് എഴുത്തുകാരൻ വായിച്ചിരിക്കും. ആവുമല്ലോ, ഉറപ്പാണ്. മാത്രമല്ല സാധാരണ അത് മാത്രമല്ല, ഇനി വേറൊന്നുണ്ട്. ഇപ്പോൾ EP ജയരാജൻ്റെ ഉൾപ്പെടെ പല ആളുകളുടെയും രാഷ്ട്രീയക്കാരുടെ പുസ്തകമൊന്നും അവരെല്ലാം എഴുതുന്നത് ഗോസ്റ്റ് റൈറ്റിംഗ് ആണ്. അവർ വേറൊരാളെ വെച്ച് ജയരാജന്റെ പുസ്തകം ജയരാജൻ ആയിരിക്കില്ല. അതെ, നമ്മുടെ ഇപ്പോൾ നേരത്തെ ഗോസ്റ്റ് തന്നെ. ഇപ്പോൾ സ്വപ്ന സുരേഷിൻ്റെ പുസ്തകമാണെങ്കിലും, നമ്മുടെ മറ്റേ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ പുസ്തകമാണെങ്കിലും, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട സാമൂഹ്യ രാഷ്ട്രീയ ബിസിനസ് രംഗത്തുള്ള ആളുകളുടെ, സിനിമാക്കാരുടെ പുസ്തകങ്ങളൊക്കെ എഴുതുന്ന വേറെ ആളുകളാണ്. എഴുതുന്ന പുസ്തകം, അവരെഴുതി കൊടുക്കുന്ന പുസ്തകം ഉറപ്പായും അവർ വായിച്ചു കേൾക്കും. കാരണം മറ്റൊരാൾ എഴുതുന്നതാണ് ആത്മകഥ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ താൻ കേൾക്കാതൊരു പുസ്തകം പബ്ലിഷ് ചെയ്യാൻ കൊടുത്തു എന്ന് ജയരാജൻ പറഞ്ഞാൽ കേരളത്തിലെ പ്രബുദ്ധരായ വായനക്കാരെയും അത്യാവശ്യം മലയാളികളെ മുഴുവൻ പറ്റിക്കാനുള്ള ശ്രമമാണ്. ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട് എന്ന് പറയുന്നു, ഈ പിണറായിയുടെ ആദ്യ സർക്കാർ കൊള്ളാമായിരുന്നു, അതിൽ ജയരാജൻ ഉണ്ടായിരുന്നല്ലോ. രണ്ടാമത്തെ സർക്കാർ പോരാ, ജനങ്ങളുടെ പ്രതീക്ഷയ്ക്ക് ഉയരുന്നില്ല എന്ന് തുടങ്ങി കുറേ വിവാദപരമായ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായിരിക്കാം പിന്നെ താൻ പാർട്ടി വിട്ടുപോകാൻ തന്നെ LDF കൺവീനർ സ്ഥാനത്ത് മാറ്റുമ്പോൾ പിണറായി തന്നെ കേട്ടില്ല. ഒരു സഖാവിനെതിരെ പാർട്ടിയിൽ നടപടിയെടുക്കുമ്പോൾ അയാളുടെ ഭാഗം പറയാനുള്ള അവകാശമുണ്ടല്ലോ, അതൊരു നാച്ചുറൽ ജസ്റ്റിസാണ്. അതുപോലും പാർട്ടിക്കകത്ത് പാലിക്കപ്പെട്ടിട്ടില്ല തുടങ്ങിയ അലിഗേഷൻസ് ആത്മകഥയിൽ പറയുന്നു എന്നാണ് വരുന്നത്. മുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയപ്പോൾ വിഷമം തോന്നി എന്നും പറയുന്നുണ്ട്. ഇതൊക്കെ ഒന്നാമത് ചെറിയ പദവിയാണ്. കൺവീനർ മാത്രം ആക്കിയപ്പോൾ എനിക്ക് സങ്കടം തോന്നിയെന്നും കൂടിയൊക്കെ പറഞ്ഞിട്ടുണ്ടാകാം. അല്ല, അത് വിഷമം അതല്ലല്ലോ. ഒരു ഘട്ടത്തിൽ കേരളത്തിലെ CPMലെ പിണറായിക്ക് ശേഷം അടുത്ത ജയരാജൻ എന്നൊരു തോന്നലുണ്ടായിരുന്നു. ചുരുങ്ങിയ പക്ഷം ജയരാജനെങ്കിലും ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് തകർന്നു പോയത് ഗോവിന്ദൻ വരുമ്പോൾ. ഗോവിന്ദൻ ഒരുപക്ഷെ ജയരാജനേക്കാൾ പാർട്ടി ജൂനിയറാണ്. അതോടുകൂടി പോളിറ്റ് ബ്യൂറോയിലെത്തി ജയരാജൻ്റെ ഭാവി വല്ലാതെ ഭിത്തിയോട് ചേർക്കപ്പെട്ട പോലെയായി ജയരാജൻ, അല്ലേ? കോർണർ ചെയ്തു. അപ്പോൾ പിന്നെ ജയരാജൻ്റെ ഉള്ളിലുള്ള ഈ സഫലീകരിക്കാത്ത മോഹങ്ങൾ, ആഗ്രഹങ്ങളുണ്ടല്ലോ, അത് കേരളത്തിലെ പാർട്ടിയുടെ അമരക്കാരനാവുക, പറ്റിയാൽ പിണറായിക്ക് ശേഷം കേരളത്തിന് മുഖ്യമന്ത്രിയാവുക, ഇത്തരം മോഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് വല്ലാതെ തകർന്നു പോയി. എനിക്കറിയാം, ഇപ്പോഴും അറിയില്ല, ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ അന്ന് ഏപ്രിൽ 26 എന്തിനാണ് ഞാൻ ജാവദേക്കറെ കണ്ടു എന്ന് ജയരാജൻ പറഞ്ഞതെന്ന് ഇപ്പോഴും എനിക്കറിയില്ല. കോയിൻസിഡൻസ് പോലെ ഇന്ന് മറ്റൊരു ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് ഇന്ന് വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴാണ് ആ പുസ്തകത്തിൻ്റെ പ്രകാശനം തീരുമാനിക്കപ്പെട്ടതും അത് സംബന്ധിച്ച് ഒരു പത്രത്തിൽ, ഇംഗ്ലീഷ് പത്രത്തിലാണെങ്കിലും വാർത്ത വരികയും ചെയ്തത്. അപ്പോൾ ഇതിനകത്ത് ജയരാജനൊന്നും മനസ്സറിവില്ലാത്ത ഒരു നിഷ്കളങ്കനായ കുട്ടിയാണ് ജയരാജൻ എന്ന് പറയുന്നത്. അല്ലല്ല, അത് പബ്ലിഷറുമായിട്ട് തീരുമാനിച്ച് ഇത് നല്ല കച്ചവടം നടക്കും, മാത്രമല്ല അതിൻ്റെ റോയൽറ്റിയിലൊക്കെ തീരുമാനമായിട്ടുണ്ടാവുന്ന തന്നെയാണ് ഞാൻ. ഒരുപക്ഷെ ഇന്ന് പത്രത്തിൽ, ടൈംസ് ഓഫ് ഇന്ത്യ പത്രത്തിൽ ഇങ്ങനൊരു വാർത്ത വരുമെന്ന് പോലും ജയരാജൻ അറിയാമായിരുന്നിരിക്കും. അതും അറിയാമായിരുന്നിരിക്കും. എന്തായാലും അത് പ്രസാധകന് തീർച്ചയായിട്ടും അറിയാം. കാരണം പ്രസാധകനാണല്ലോ അതിൻ്റെ ഉള്ളിലുള്ള വിവരങ്ങൾ കൊടുക്കുന്നത്. ഒരു പുസ്തകം അഡ്വാൻസ് കോപ്പി കൊടുത്തിട്ടുണ്ടാവാം, അത് കൊടുത്തിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുന്നത്. അങ്ങനെയാണ് ഇപ്പം നമ്മളും പത്രപ്രവർത്തനം നടത്തുമ്പോൾ, ഉദാഹരണത്തിന് ഇപ്പോൾ
ഈ മുമ്പ് ഈ ഗോസ്പൽ അക്കോർഡിംഗ് ടു ജീസസ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞ സരമാഗുവിൻ്റെ പുസ്തകം ഇവരിറക്കിയിരുന്നു DC. അത് ടി.ഒ. അബ്രഹാമാണ് ട്രാൻസ്ലേറ്റ് ചെയ്തത്. ടി.ഒ. അബ്രഹാം നാടകൃത്താണെങ്കിലും ഈ പള്ളിയുടെ ഒരു കുഞ്ഞാടാണ്. അപ്പോൾ ഈ സരമാഗു എഴുതിയിട്ടുള്ള ഈ മഗ്ദലിന മറിയവുമായിട്ടുള്ള ഈ കുറച്ച് കടന്ന ബന്ധത്തിൻ്റെ ഭാഗം യേശുവിൻ്റെ പറയുന്നുണ്ട് ഇതിൽ. ഈ ഭാഗം മുഴുവൻ കളഞ്ഞു പരിഭാഷയിൽ. ഇത് എന്നോടൊരാൾ പറഞ്ഞിട്ട് ഇത് ഞാൻ പത്രത്തിൽ എഴുതിയിരുന്നു. ആ പരിഭാഷയിൽ മര്യാദയ്ക്കല്ലാതെ ചെയ്തു. ഇത് ആളുകൾ വായിക്കേണ്ട കാര്യമില്ല, നമ്മൾ ഒറിജിനലിന്റെ പരിഭാഷയല്ലേ വേണ്ടത്, അല്ലാതെ ഇവിടുത്തെ സഭയ്ക്കനുസരിച്ചിട്ട് ഇത് വെട്ടിക്കളയേണ്ട. എന്നിട്ട് മറ്റേ എഴുത്തുകാരുടെ പേരും വെക്കും. സർമാഗുവിന്റെ പേരിലാണ് വരുന്നത് ട്രാൻസ്ലേറ്റ് ചെയ്ത്. പിന്നെ ഈ പുസ്തകം വിൽക്കാൻ പറ്റിയില്ല. എബ്രഹാമിന് പിന്നെ പരിഭാഷയ്ക്ക് പുസ്തകങ്ങൾ കൊടുത്തുമില്ല. കാരണം ഇത് വെട്ടിക്കളഞ്ഞൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ആ സമയത്ത് എന്നോട് രവി അത് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ല, ഇതിനകത്ത് രവി DC ആണോ ജയരാജനാണോ കുറ്റക്കാരൻ? ഇതിൽ കുറ്റക്കാരൻ ജയരാജനാണ്. ഇതിൽ പറ്റിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇംഗ്ലീഷ് പത്രത്തിൽ ഇത് വന്നല്ലോ, റിലീസ് ചെയ്തിട്ട് വേണമെങ്കിൽ മതിയായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇത് ഇങ്ങനെയൊക്കെ ഇതിൻ്റെ അകത്ത് ഉണ്ട് എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ പാർട്ടിയിൽ നിന്ന് വിരട്ടിയിട്ടുണ്ടെന്നാണ് വേണ്ടത്. അതുകൊണ്ടാണ് ജയരാജൻ തള്ളി പറയുന്നത്. അപ്പോൾ രവി DC വെട്ടിലായില്ലേ ഈ ഇറക്കിയ പുസ്തകങ്ങൾ കേസ് കൊടുക്കുന്നൊക്കെ ജയരാജൻ പറയുന്നത്? ജയരാജൻ കേസ് കൊടുക്കുമെന്നൊക്കെ നമുക്ക് കണ്ടറിയാം. ജയരാജൻ ആർക്കെതിരെ ഇന്ന് വേറൊരു പത്രപ്രവർത്തകൻ്റെ പേര് ഞാൻ മറന്നുപോയി, മാതൃഭൂമിയിൽ ജോലി ചെയ്യുന്ന ഒരു പത്രപ്രവർത്തകൻ, അദ്ദേഹം എഴുതിയിട്ടുണ്ട് ജയരാജൻ ഇതല്ല ഇതിൻ്റെ അപ്പുറവും പറയും. മുമ്പ് കണ്ണൂർ ജില്ലാ ലേഖകനായിരുന്ന PP ശശീന്ദ്രനോട് കുറച്ച് കാര്യങ്ങൾ ജയരാജൻ പറഞ്ഞു, പത്രത്തിൽ വരാനുള്ളത്, ഇന്ന് തന്നെ ഇത് പ്രസിദ്ധീകരിക്കണം എന്നൊക്കെ ജയരാജൻ പറഞ്ഞു. PP ശശീന്ദ്രൻ ഇത് പ്രസിദ്ധീകരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ജയരാജൻ ഇത് മൊത്തം അങ്ങ് നിഷേധിച്ചു. എന്നോട് സംസാരിച്ചിട്ടില്ല, ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് വട്ടം അങ്ങ് നിഷേധിച്ച് കളഞ്ഞു. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നത് രവിയെയാണ് എന്ന് പറഞ്ഞിട്ട്. അല്ല, അത് മാത്രമല്ലല്ലോ, രവി DC EP ജയരാജനല്ല, സാക്ഷാൽ പിണറായി വിജയനാണെങ്കിലും ഒരാത്മകഥ ഇറക്കുമ്പോൾ മുഖ്യമന്ത്രിയാണെന്നുള്ള പരിഗണനയൊന്നുമില്ല, ഒരു എഗ്രിമെന്റ് ഉണ്ടാവില്ലേ? പിന്നല്ലേ, കൃത്യമായി ഉണ്ടാവും. പുസ്തകം നമുക്കുണ്ട്, ഉണ്ടാവും. നമുക്ക് റോയൽറ്റി 10-15% എന്നൊക്കെ പറയുന്നത് നമ്മൾ സൈൻ ചെയ്ത് കൊടുക്കും. അതാണ്. അപ്പോൾ EP ജയരാജൻ അഗ്രിമെന്റ് വെക്കാതെയാണ് പുസ്തകം ഇറക്കിയെന്ന് പറയാൻ പറ്റും. എന്ത് കള്ളത്തരാണ് ഇയാൾ പറയുന്നത്? അപ്പോൾ രവി അതിൻ്റെ അകത്ത് ഇപ്പോൾ രവിയുടെ പോസ്റ്റ് ഇന്ന് വന്നിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ DC ബുക്സിൻ്റെ രവിയുടെ പേരിലല്ല, അത് ഞാൻ പോസ്റ്റ് വായിച്ചു. ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് ഞങ്ങളിത് മാറ്റിവെക്കുന്നു, ഇത് ഇറങ്ങുമ്പോൾ ഇതിലുള്ളത് എന്താണെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകും എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇറക്കും തന്നെയാണ് അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുള്ളത്. ഇയാളൊരു പ്രശ്നം റേസ് ചെയ്തിരിക്കുന്നതുകൊണ്ട് അത് സോർട്ട് ഔട്ട് ചെയ്യാനുണ്ട്. കാരണം ഇയാള് ഒപ്പിട്ടിട്ടുണ്ടല്ലോ, എഗ്രിമെന്റിൽ ഒപ്പിട്ട് കാണും. ഒരു പക്ഷേ ഇനി വലിയ സമ്മർദ്ദം വന്നിട്ട് ഈ പറയുന്ന പോലെയുള്ള ഭാഗങ്ങൾ ഡിലീറ്റ് ചെയ്യാനോ പേജുകൾ റിമൂവ് ചെയ്യാനോ ആണെങ്കിൽ അങ്ങനത്തെ ചില ഭാഗങ്ങൾ, അങ്ങനത്തെ ചില സംഗതികൾ വരാം. കാരണം ഈ പ്രൂഫൊക്കെ മൊത്തം വായിച്ചിട്ടല്ലേ ഇന്ന് ഇറക്കാൻ പറ്റുള്ളൂ, എല്ലാം ചെയ്തിട്ടുണ്ട്. അല്ല, അങ്ങനെയാണെങ്കിൽ നഷ്ടപ്പെട്ടു പോകുന്നത് രവി DCയുടെ വിശ്വാസ്യതയാണ്. അതെ, ജയരാജൻ പറയാത്ത എഴുതാത്ത കാര്യങ്ങൾ രവി DC ആ പുസ്തകത്തെ മാംസളമാക്കാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്തു. അപ്പോൾ വിശ്വാസ്യതയില്ലാത്ത, വിൽപ്പനയ്ക്ക് വേണ്ടി എഴുത്തുകാരൻ കൊടുക്കുന്ന കൃതിയെ, റോ മെറ്റീരിയലിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന പ്രസാധകനായിട്ട് രവി DC മാറും. രവി മാനിപ്പുലേറ്റ് ചെയ്തു എന്ന് പറയാൻ പറ്റില്ലല്ലോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് മുഴുവൻ ഒഴിവാക്കണം എന്ന് ആ എഴുതിയ ആൾക്ക് അവകാശപ്പെടാം. ആൾക്ക് അതിനുള്ള അധികാരം ഉണ്ടല്ലോ. ഇപ്പോൾ പിന്നീട് തോന്നുകയാണ്, ഒരു വീണ്ടും വിചാരം വരിക, പാർട്ടിക്കെതിരെ കുറച്ച് സാധനം ബുക്കിലുണ്ട്, ഉറപ്പാണ്, കച്ചവടത്തിന് അത് വേണം, രവി അത് ഇൻസിസ്റ്റ് ചെയ്തിട്ടുമൊക്കെ ഉണ്ടാവും. പക്ഷേ ഇയാൾക്ക് ഇപ്പം തോന്നുകയാണ് പാർട്ടി വിരട്ടിയിട്ടുണ്ടല്ലോ, പാർട്ടിക്ക് വരട്ടാനുള്ള കുറേ കാര്യങ്ങൾ EP ജയരാജൻ പറയാത്ത ആത്മകഥയിലും കാണുമല്ലോ. അതെ അതെ അതെ, അത് കാണും. അപ്പം ആ വിരട്ടലിൽ പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഡെലീഷൻസ് അതിൽ വരാൻ സാധ്യതയുണ്ട്. പാർട്ടി പരിശോധിച്ചിട്ട് ഇനി ഇതിറക്കിയാൽ മതി. അവിടെ MA ബേബിയോ ആരെങ്കിലും P രാജീവോ വായിച്ചിട്ട് ഈ വെട്ടുന്ന ഈ സർക്കാർ തന്നെ ഇപ്പോൾ ചില പുസ്തകങ്ങൾ ചില ആളുകൾ പക്ഷെ അപ്പോൾ പ്രശ്നമുണ്ട്, കാശ് പോകുന്നത് രവി DCയുടെയാണ്. പുസ്തകം പ്രിന്റ് ചെയ്തിട്ടുണ്ടാവും. ഇന്ന് പ്രകാശനമാണെങ്കിൽ പുസ്തകം ഈ ജയരാജന്റെ പുസ്തകമാവുന്നു, ഒരു വിവാദം വരുന്നു, മിനിമം ഒരു 25,000 കോപ്പി എങ്കിലും അടിച്ചിട്ടുണ്ടാവും. അത്രയും ചിലവാകും.
അത് മുഴുവൻ പോയി. അപ്പോൾ അല്ല പോയി എന്നല്ല ഞാൻ പറയുന്ന, അപ്പോൾ ഇദ്ദേഹത്തിന് രണ്ട് കാര്യങ്ങൾ ചെയ്യാം. ഒന്ന്, ജയരാജനോട് പറയാം ഇത് ഞങ്ങൾ റോയൽറ്റിയിൽ നിന്ന് കുറയ്ക്കും. അത് എഗ്രിമെൻറ്റിൽ അങ്ങനത്തെ ചില വാചകങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ഞങ്ങളുടേതല്ലാത്ത കാരണങ്ങൾ കൊണ്ട് എന്തെങ്കിലും കുഴപ്പം വന്നാൽ നിങ്ങൾ ഇതിൻ്റെ നഷ്ടപരിഹാരം തരണം എന്നുള്ളത്. അപ്പോൾ ഇനി അച്ചടിക്കുമ്പോൾ ആദ്യത്തെ 25,000 കോപ്പിയുടെ റോയൽറ്റി കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ ഒരു എഗ്രിമെന്റ് റോയൽറ്റി കൊടുക്കാതിരിക്കല്ല, അതിന്റെ ലോസ് വേണ്ടേ? ആ ലോസ് മറ്റേ റോയൽറ്റിയിൽ അഡ്ജസ്റ്റ് ചെയ്യണം. അങ്ങനെ ചെയ്യണം. ഏതായാലും വേറെ കാര്യമുണ്ട്, ജയരാജനെ പാർട്ടി വരട്ടിയതാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പം പാർട്ടി വേറൊരു സിദ്ധാന്തം ഏഷ്യനെറ്റിൽ വരുന്നുണ്ടായിരുന്നു. ഇത് രവിയും ഇ.പി. ജയരാജനും കൂടിയിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റ് ആണെന്ന് പറഞ്ഞിട്ടൊരു തിയറി അവിടെ ഒരു ലേഖകൻ പറയുന്നുണ്ട്. എന്താണ് ഇത് വിൽക്കാൻ വേണ്ടിയിട്ടേ ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കുക, പുസ്തകം വിൽക്കാൻ വേണ്ടി ഒരു കോൺട്രവേഴ്സി പ്രസാധകനും എഴുത്തുകാരനും കൂടി, അങ്ങനെയാണെന്ന് പറഞ്ഞൊരു തിയറി പറയുന്നത് കേട്ടു ഞാൻ. അത് പക്ഷേ എനിക്ക് അത്ര വിശ്വാസം, അത് അവിശ്വസനീയമാണ്. ഏതായാലും രവി DC പെട്ടു എന്ന് പറയാം അല്ലേ ഇപ്പോൾ തൽക്കാലത്തേക്ക്. കാരണം ഇതിൽ പോയി തലവെച്ചു. അത് മാത്രമല്ല പാർട്ടി വിരട്ടിയാൽ വിരളാൻ മാത്രമുള്ള എന്തൊക്കെയോ ജയരാജൻ്റെ പറയാത്ത കഥയിലുണ്ട്. അതുണ്ട്. പിന്നെ ഒന്ന്, സർക്കാർ ഈ DC മറ്റേ കോഴിക്കോടും ഒക്കെ ഈ പുസ്തകോത്സവം അതിന് സർക്കാർ ഗ്രാൻഡ് കൊടുക്കും. 8 കോടി രൂപ 6 കോടി രൂപ അതാണ് എൻ്റെ ഓർമ്മ. വലിയ തുകയാണ്, എമൗണ്ട് അറിയില്ല എന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. അപ്പോൾ സർക്കാർ പാർട്ടിയുടെ കൂടെയും രവി നിൽക്കേണ്ടി വരുന്നുണ്ട്. ജയരാജനേക്കാൾ കൂടുതൽ പാർട്ടിയുടെ കൂടെ നിൽക്കേണ്ടി വരുന്നുണ്ട്. ഒരു സംശയം ചോദിക്കട്ടെ, ഒരു DC ബുക്സ് ഒരു സ്വകാര്യ സംരംഭമാണ്. DC ബുക്സ് അങ്ങനെ സ്വകാര്യ ഒരു പരിപാടി നടത്തുന്നതിന് സർക്കാർ എന്തിനാ കാശ് കൊടുക്കുന്നത്? ആവശ്യമില്ല. സ്വജനപക്ഷപാതമല്ലേ? ആണ്. അഴിമതിയല്ലേ? അതെന്താന്ന് വെച്ചാൽ ചില കാര്യങ്ങൾ ഇങ്ങനെ തുറന്ന് പറഞ്ഞു പോവുക. ഈ തോമസ് ഐസക്ക് ധനമന്ത്രിയായിരുന്നപ്പോൾ രവി ഐസക്കിൻ്റെ കുറേ പുസ്തകങ്ങളൊക്കെ ഇറക്കുന്നുണ്ടായിരുന്നു. അവർ തമ്മിൽ ഒരു ചങ്ങാത്തവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഉത്ഭവിച്ചതാണ് ഈ സഹായിക്കുക എന്നുള്ളത്. കാരണം ഫിനാൻസ് ആണല്ലോ ഈ കാര്യത്തിലൊക്കെ തീരുമാനിക്കേണ്ടത്. അതേസമയം ഈ കേന്ദ്ര സാംസ്കാരിക വകുപ്പുമായി ബന്ധപ്പെട്ട ഒരു സംഗതിയിൽ ടാഗോർ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തോ പരിപാടി, ടാഗോറിന് വേണ്ടി എന്തൊക്കെയോ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് രവി അത് ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് 5 കോടി രൂപയോ മറ്റോ തിരിച്ചടയ്ക്കാനായിട്ട് കേന്ദ്ര സാംസ്കാരിക വകുപ്പിൻ്റെ ഉത്തരവുണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. ആ കേന്ദ്രവുമായിട്ടുള്ള ഇടപാടുകളിൽ പെട്ടുപോയി കേരളം. അപ്പോൾ രവി പൊളിറ്റിക്കലി സ്വീകരിച്ചിരിക്കുന്ന നയം ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാരിനെ പിന്താങ്ങുക എന്നുള്ളതാണ്. കാരണം ഇവിടെ അല്ലാതെയും പുസ്തക കച്ചവടം നടക്കണമല്ലോ. സർക്കാരിൻ്റെ ലൈബ്രറി കൗൺസിൽ വഴിയുള്ള കച്ചവടം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ലൈബ്രറി കൗൺസിലിൻ്റെ ചെറുതാണ്. ഇപ്പം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വലിയ ഓർഡേഴ്സൊക്കെ വരുമല്ലോ. ലൈബ്രറി കൗൺസിലിൻ്റെ അവരൊരു ഫെസ്റ്റിവൽ നടത്തുന്നുണ്ട് എല്ലാ ജില്ലയിലും. അതിൽ പോയിട്ട് അതിൽ കൂടുതൽ വന്നിട്ട് സ്കൂളുകൾക്ക് ഗ്രന്ഥശാലകൾക്ക് നിർബന്ധമുണ്ട്, ചിന്തയുടെ ഇത്ര വാങ്ങിയിരിക്കണം, NBSന്റെ ഇത്ര വാങ്ങിയിരിക്കണം. അതെ, ആ പരിപാടി ഉണ്ട്. അപ്പോൾ അവരത് ചെയ്യുന്നതുകൊണ്ട് അങ്ങനെയാണ് പുസ്തക കൗൺസിലിൻ്റെ നടന്നു പോകുന്നത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഓർഡറൊക്കെ വളരെ വലുതാണ്, കോടികൾ വരുന്ന പരിപാടികളാണത്. അപ്പോൾ അതിലൊക്കെ സർക്കാരിനെ വെറുപ്പിച്ചിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഏതായാലും ഈ എല്ലാവരും നെയ്യപ്പം നിന്ന രണ്ടുണ്ട് കാര്യം എന്ന് പറഞ്ഞ പോലെ DCക്കും ഗുണമാണ്, ജയരാജനും ഗുണമാണ്, സർക്കാരിനും ഗുണമാണ്. P. ജയരാജൻ്റെ പുസ്തകത്തിൻ്റെ കാര്യം എന്തായി, ഗുണം പിടിച്ചോ എന്നുള്ളത് അറിയില്ല. കാരണം P. ജയരാജന് സത്യത്തിൽ ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ അകത്ത് ഇതുപോലെ തുറന്നു പറയാമായിരുന്നു. അതൊന്നും ആ പുസ്തകത്തിലില്ല. അതൊരു നനഞ്ഞ പടക്കമായി പോയി അല്ലേ? ആകെ ഉള്ളത് 10 പേജിൽ കേരളത്തിലെ ഭൂമി വഖഫിന് കൊടുക്കാൻ വേണ്ടി CPM നടത്തിയിട്ടുള്ള ത്യാഗോജ്വലമായ പോരാട്ടങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതെ, 217-ാമത്തെ പേജ് മുതൽ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.